ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പലഹാരമാണ് റവ ഒറോട്ടി. ഞങ്ങളുടെ നാട്ടിൽ അതിന് തരി ഒറോട്ടി എന്നാണ് പറയുക. നമുക്ക് സ്ത്രീകൾക്ക് പൊതുവെ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്, അയ്യോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും, അല്ലെ രാത്രി ഡിന്നറിന് എന്തുണ്ടാക്കും. ഇപ്പൊ ചോറൊക്കെ കഴിക്കാത്ത മക്കളോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്, അയ്യോ ഡിന്നറിന് എന്താണ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു അവസ്ഥയില് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ചേരുവകളിൽ നിന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അപ്പം നമുക്ക് നോക്കാം എന്തെല്ലാം സാധനം വേണ്ടത് എന്നുള്ളത്. രണ്ട് ഉള്ളി ഞാൻ ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലും ഉപയോഗിക്കാം ഇതിൽ. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ റവ ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ സൈസിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പലഹാരത്തിന് നമ്മൾ വറുത്ത റവ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സാധാരണ റവയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതൊന്ന് ജസ്റ്റ് വറുത്തതിന് ശേഷം ഉപയോഗിക്കാം. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ പരന്നൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് അതിലേക്ക് ഉപ്പിട്ട് നല്ലതുപോലെ കൈവച്ച് കുഴക്കാൻ പോവുകയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കുഴക്കുമ്പം ഉള്ളിയിൽ നിന്ന് ആ വെള്ളമൊക്കെ പുറത്തേക്ക് വരാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ആ റവ ഈ ഉള്ളിൽ നിന്ന് വന്ന വെള്ളത്തിലാണ് ആദ്യം കുഴച്ചെടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്യുക. ഇപ്പൊ കറിവേപ്പിലയുടെയും ഉള്ളിയുടെയും കുഴഞ്ഞ് നല്ല മണം വരുന്നുണ്ട്. ഈ ഒരളവിൽ ഉള്ളി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ഇടാം. റവ അതിലേക്കിട്ട് ആ ഉള്ളിയുടെ വെള്ളത്തിൽ തന്നെ അതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആ റവയും ഉള്ളിയൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഉപയോഗിക്കാം. വെള്ളം ആവശ്യത്തിനുള്ളത് നോക്കി ഉപയോഗിക്കാം. ഞാനൊരളവ് പറയുന്നില്ല അതിനെത്രയാണെന്നുള്ളത്. റവ ഒന്ന് നന്നായി കുതിർന്ന് നിൽക്കുന്നത് മാതിരി വേണം വെള്ളം ഒഴിക്കാൻ. ഇത് നന്നായി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് പലഹാരം ഉണ്ടാക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാം റവയെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നമുക്കത് പരത്തിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് ലൂസാക്കി എടുക്കാം. ഈ ഒരു മാവ് പരത്താൻ പറ്റുന്ന പാകത്തിൽ ഞാൻ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ദോശച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു റവ ഒറോട്ടി ചുട്ടെടുക്കുന്നതിന് മുമ്പേ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടത്, നമ്മളൊരു ബൗളിൽ നല്ല പച്ചവെള്ളം എടുക്കാനാണ്. അത് പരത്തിയെടുക്കേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമ്മൾ ദോശക്കല്ലിലേക്ക് എണ്ണ തടവേണ്ട ആവശ്യമില്ല. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം മാവെടുത്ത് അതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചവെള്ളത്തിൽ കൈ മുക്കി നന്നായി ഒന്ന് പരത്തിയെടുക്കാം. കൈ നന്നായി മുക്കി വേണം പരത്തിയെടുക്കാൻ. എല്ലാ സൈഡും ഒരേ അളവിൽ പരത്തിയെടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു സൈഡ് വേവാതെ വരും. ഞാനിവിടെ എല്ലാ സൈഡും പരത്തുന്നുണ്ട്. ഈ ഒരു അളവിൽ പരത്തിയതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു സൈഡ് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിടാം. ഒരു സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് 2 സൈഡ് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ പാകം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതായതിനു ശേഷം കാണിച്ചു തരാം. നമ്മൾ ഒറോട്ടി 2 സൈഡും ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 2 സൈഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ കുക്കായാൽ മതി. ഇത് നമുക്കത് ഇനി ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം.
നമ്മൾ ചൂടോടെ ഇത് കഴിച്ച നല്ല ടേസ്റ്റ് ആണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.